ചില സമയത്ത് റെമോ, ചില സമയത്ത് അന്യൻ. അത്രയും ടോക്സിക്കായ ഒരു റിലേഷൻഷിപ്പിൽ പുറത്തു വന്നത് എങ്ങനെയെന്ന് പറയുകയാണ് അനുപമ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ താൻ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും അതിൽ നിന്ന് മോചനം ലഭിച്ചുവെന്നും തുറന്നു പറഞ്ഞിരുന്നു അനുപമ. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത്രയേറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അനുപമ രംഗത്തെത്തുന്നത്. അനുപമയുടെ തുറന്നു പറച്ചിലുകൾ വിരൽ ചൂണ്ടുന്നത് ധ്രുവ് വിക്രമിന് നേരെയാണ്. എന്നാൽ ഇതുവരെ ഇത്തരം വിവാദങ്ങളോടൊന്നും ധ്രുവ് പ്രതികരിച്ചിട്ടില്ല. നാർസിസ്റ്റിക് സ്വഭാവ രീതിയുള്ള പങ്കാളിയിൽ നിന്ന് നേരിട്ട വൈകാരികവും ശാരീരികവുമായ ചൂഷണങ്ങൾ തന്നെ എങ്ങനെ തളർത്തിയെന്നും ഇത് താൻ പറഞ്ഞില്ലെങ്കിൽ മറ്റാരാണ് പറയുകയെന്നും അനുപമ ചോദിക്കുന്നു. താൻ പ്രണയിച്ച വ്യക്തിക്ക് അതിരൂക്ഷമായ മൂഡ് സ്വിങ്സുകൾ ഉണ്ടായിരുന്നുവെന്ന് അനുപമ വെളിപ്പെടുത്തി. അന്യൻ സിനിമയിലെ വിക്രം കഥാപാത്രത്തെ പോലെ 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങളായിരുന്നു അയാൾക്ക്. ചില ദിവസങ്ങളിൽ അയാൾ അതിയായ സ്നേഹം പ്രകടിപ്പിക്കുകയും അങ്ങേയറ്റം റൊമാൻറ്റിക് ആവുകയും ചെയ്യും. എന്നാൽ പെട്ടെന്ന് ഒരു നിമിഷം സ്വഭാവം പാടെ മാറും. അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പും നിറഞ്ഞ ക്രൂരമായി പെരുമാറുന്ന ഒരാളായി അയാൾ മാറും. ഈ ദേഷ്യത്തിന് ശേഷം ഒന്നും അറിയാത്ത പാവത്തെ പോലെ വന്ന് അയാൾ പൊട്ടിക്കരയുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യും. അമിതമായ സ്നേഹം, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, അതിനുശേഷമുള്ള കണ്ണീരും മാപ്പപേക്ഷയും, ഈ 3 അവസ്ഥകളിലൂടെയും മാറി മാറി സഞ്ചരിക്കുന്ന ഒരവസാനമില്ലാത്ത ചക്രമായിരുന്നു ആ റിലേഷൻഷിപ്പ്. അനാരോഗ്യകരമായ ഇത്തരം ബന്ധങ്ങളിൽ കാണുന്ന ഈ സ്ഥിരം പാറ്റേൺ തന്നെ മാനസികമായി തളർത്തിയെന്നും ഒരു തരത്തിലുള്ള വൈകാരിക സുരക്ഷിതത്വവും ആ ബന്ധത്തിൽ തനിക്ക് ലഭിച്ചിരുന്നില്ലെന്നും അനുപമ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നീട് ആ ബന്ധത്തിൽ നിയന്ത്രണങ്ങൾ കടന്നു വന്നു. വസ്ത്രധാരണം മുതൽ സാമൂഹിക ഇടപെടലുകൾ വരെ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നതായും അനുപമ വ്യക്തമാക്കി. പരിചയപ്പെട്ട 3 മാസത്തിനുള്ളിൽ തന്നെ വിവാഹ നിശ്ചയം എന്ന ആവശ്യം അയാളും കുടുംബവും ഉന്നയിക്കാൻ തുടങ്ങിയെങ്കിലും ഇത് പ്രണയം തന്നെയാണോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് വിവാഹ നിശ്ചയം താനായി നീട്ടിക്കൊണ്ടുപോയതെന്നും അനുപമ പറയുന്നു. നിയന്ത്രണങ്ങൾ പരിധി വിട്ടപ്പോൾ താൻ തന്നെയാണ് ബന്ധം വേണ്ടെന്ന് വച്ചതെന്നും അനുപമ വെളിപ്പെടുത്തി. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്ന ഡ്രാഗൺ എന്ന ചിത്രത്തിന്റെ പ്രമോഷന് താൻ പോയിരുന്നില്ല. ഒരുപാട് ചിത്രങ്ങൾ വേണ്ടെന്ന് വെച്ചു. ജോലിയിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നിയന്ത്രണമുണ്ടായിരുന്നു. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെയുള്ള തന്റെ ബന്ധങ്ങൾ പതുക്കെ പതുക്കെ ഒഴിവാക്കിയെന്നും താരം പറഞ്ഞു. ഒരാൾ എന്നോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ കരഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു ഞാനെന്ന്. ഞാൻ എൻ്റെ സ്റ്റാഫുകളോട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരാളാണ്. എനിക്ക് അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ തകർന്നു പോകുമോ എന്ന പേടിയായിരുന്നു എനിക്ക്. നമ്മളെപ്പോഴും ആ വ്യക്തിയെ സംരക്ഷിക്കാൻ നോക്കും. ഒരുപാട് കാര്യങ്ങളിൽ അവർ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നമുക്കത് തിരിച്ചറിയാനാകില്ല. പതുക്കെ നമ്മുടെ കരിയർ 1.5 വർഷത്തോളമായി ഞാൻ തുടർച്ചയായി ഷൂട്ടിങ്ങിന് പോകുന്നു. ഞാൻ ആങ്സൈറ്റിക്കുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. എനിക്കൊരു സ്ഥലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഈ എക്സ്ട്രീം വേദന തരുന്ന ആൾ തന്നെയാണ് നമ്മുടെ റിലീഫ് എന്നതും ആലോചിക്കണം. ഈ ലഹരിയൊക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെയാ. നിങ്ങൾ വിചാരിക്കും ആദ്യം ഇത് സ്നേഹമാണെന്ന്, പിന്നെ നിങ്ങൾക്ക് അവർക്ക് മുൻഗണന കൊടുക്കും, പിന്നെ അത് അറ്റാച്ച്മെന്റ് ആകും, ഒടുവിൽ അത് അഡിക്ഷൻ ആകും. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമല്ല അത്, ഇത് അഡിക്ഷൻ ആണ്. ആ ആളില്ലാതെ നമുക്ക് പറ്റില്ല എന്ന അവസ്ഥയിലാകും. എന്റെ ഏറ്റവും വലിയ അഹങ്കാരമായിരുന്നു ഒരു നടി എന്ന നിലയിൽ എത്രത്തോളം പ്രൊഫഷണൽ ആണ് ഞാൻ എന്നത്. 2 വർഷം ഇത്രയും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കലായ മറ്റൊരു നടിയെ കാണാനാകില്ല. ഞാൻ അങ്ങനെയായി. അവിശ്വസനീയമാണ്. ഞാൻ ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആളാണ്, പ്രൊഫഷണൽ ആണ്. ജോലിയോട് അതിയായ പാഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിലെ ഓരോന്നും ഇല്ലാതായി. എന്റെ അനിയനെ തൊടുന്നത് പോലും നിർത്തി. ഭയന്നിട്ടാണ്. അനന്തരഫലങ്ങളുടെ ഭയം കൊണ്ട്. എക്സെല്ലിന് മുകളിലൂടെയായിരുന്നു നടന്നിരുന്നത്. നമ്മൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ, നിങ്ങളുടെ കുടുംബവും സ്റ്റാഫും എല്ലാവരും അങ്ങനെയാകും. എന്റെ മൂഡ് മറ്റൊരാളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അയാൾ വളരെ സന്തോഷവാനാണെങ്കിൽ ഞാനും അതീവ സന്തുഷ്ടയാകും. അയാൾക്ക് സങ്കടമാണെങ്കിൽ എനിക്കും സങ്കടമാണ്. മുഖത്ത് കുറച്ച് മാറ്റം വന്നാൽ ഞാൻ സ്ട്രെസ്ഡ് ആകും. അതെന്റെ കുടുംബത്തെയും സ്റ്റാഫിനെയും ലൊക്കേഷനിലുള്ളവരെയും ബാധിക്കും. ഒരുപാട് തവണ അങ്ങനെ റീഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. ഞാൻ വാനിലേക്ക് പോകും. തിരികെ വന്ന് റീഷൂട്ട് ചെയ്യേണ്ടി വരും. നേരത്തെ ധ്രുവ് വിക്രവുമായി അനുപമ പരമേശ്വരൻ പ്രണയബന്ധത്തിലാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇരുവരും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല.
അടുത്തിടെ അനുപമയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് പിന്നാലെയാണ് ഇരുവരുടെയും പ്രണയബന്ധം തകർന്നുവെന്ന തരത്തിൽ പ്രചരിച്ചത്. ഇതിന് പിന്നാലെയാണ് നടിയുടെ വെളിപ്പെടുത്തൽ.